എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Cups, Judgment, Queen of Swords, Three of Cups, Eight of Swords, Seven of Pentacles. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ് ആൻഡ് ത്രീ ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തിൽ ഈ ഒരു മാസം നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അപ്പോൾ മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നത്, പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ വർഷം തുടങ്ങുന്ന ആദ്യത്തെ മാസം, അതായത് ജനുവരി മാസം തന്നെ പുതിയതായിട്ട് ഇപ്പോൾ നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവും. ചില ആളുകൾ ഓൾറെഡി തന്നെ പുതിയ ജോലി ലഭിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കോളേജ് അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മത്സര പരീക്ഷകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തുടക്കമാണ്. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ പലരും എടുത്തിട്ടുള്ളത്, പൊതുവേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് നിങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഒരു റെസൊല്യൂഷൻ എടുത്തു കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന സാധ്യതയല്ല. പുതിയ ഒരു തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കാണിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഈ ഒരു മാസത്തിൽ നിങ്ങൾ തുടങ്ങി വെക്കുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പലരെയും സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലായിട്ട് പുതിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ, അതായത് ഫാമിലിയിൽ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു രീതി അല്ലെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളിൽ തമ്മിൽ ഒരു അന്തരമുള്ള ഒരു ഫാമിലിയാണ് എങ്കിൽ നിങ്ങൾ പുതിയൊരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. ഫാമിലിയിൽ ഇന്ന കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കണം ഇനി മുതൽ എന്നുള്ള രീതിയിൽ. അതേപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസമോ ജോലി സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ജീവിതത്തിൽ വരികയാണ്. അതേപോലെ ത്രീ ഓഫ് കപ്സ് എനർജിയാണ് പ്രധാനപ്പെട്ട തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയമാണ്. ആഘോഷങ്ങളുടെ സമയമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സാധ്യതയുള്ള ഒരു മാസമായിരിക്കും പലർക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൗഹൃദങ്ങൾക്ക് വളരെയധികം ഊന്നൽ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടുന്നത് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് ആഘോഷിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആളുകൾ, ഒത്തിരി നല്ല നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു അനുഭൂതി തരുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങൾ ജീവിതത്തിൽ, അതായത് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന വാർത്ത ലഭിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സന്തോഷം തരുന്ന ആ ഒരു കാര്യം നിങ്ങൾ ആഘോഷിക്കുകയാണ്. കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്നു. പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ലൊരു സന്തോഷം തരുന്നത് ആഘോഷിക്കുന്നു എന്നുള്ളത് പറയാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, അതായത് വിദേശത്തേക്കുള്ള യാത്രയായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ കേരളത്തിന് വെളിയിലേക്ക് ആദ്യമായിട്ടുള്ളൊരു യാത്രയായിരിക്കാം. അങ്ങനെ ആദ്യത്തെ പലതും ഈ ഒരു മാസം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ ജഡ്ജ്മെൻറ്റ് ആൻഡ് 8 ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ ആദ്യം തന്നെ പറയുമ്പോൾ. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്, അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. വളരെ പ്രധാനപ്പെട്ട
ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഡിസംബറിൽ എടുത്ത തീരുമാനമായിരിക്കും അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കാം. ചില ആളുകൾ വിദേശത്തൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ പല നിയമങ്ങൾക്കൊക്കെ മാറ്റം വരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ലൊരു അനുഭവമായിട്ട് മാറുന്ന, കേൾക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവായിട്ട് ഉള്ളൊരു മാറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് നല്ല രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, അതായത് നമ്മൾ നേരത്തെ തന്നെ മറ്റുള്ളവരെ വിധിക്കുക, അവരിങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു മുൻധാരണ വിധിയോട് കൂടിയിട്ട് ആളുകളെ സമീപിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇന്നൊരു രീതിയിലേക്കാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ അവരെ അതേ രീതിയിൽ തന്നെ അംഗീകരിക്കുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചു വെച്ചിട്ടുള്ള പല സത്യങ്ങളും പുറത്തു വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരുന്നതാവാം. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒന്നും ഒരു മറയില്ലാതെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ നിങ്ങളോടായാലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടായാലും പല കാര്യങ്ങളും ഡിനേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള സ്വഭാവം പുറത്ത് പറയാതെ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അതേപോലെ തന്നെ 8 of Swords എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവായിരിക്കാം ഒരു കാര്യം നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത്. അത് പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഭയമായിരിക്കും. അതായത് പുറത്തറിഞ്ഞാൽ നിങ്ങളത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു ചിന്ത, എന്നുള്ളൊരു ഭയം, എന്നുള്ള ഒരു വിശ്വാസമില്ല മറ്റുള്ളവരോട് അത് തുറന്ന് പറയാൻ. അങ്ങനെയുള്ള ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒന്ന് കുറേശ്ശെ മാറുന്ന ഒരു മാസം തന്നെ ആവാം. നിങ്ങൾ പുറത്തേക്ക് വരികയാണ്, അതായത് നമ്മൾ പറയും നമ്മുടെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതായത് നിങ്ങൾ എന്താണോ അത് ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റൊരാളായിട്ടാണ്, അതായത് നമ്മൾ പറയുമല്ലോ പുറത്തു പോകുമ്പോൾ നന്നായിട്ട് ബിഹേവ് ചെയ്യണം. അതായത് വീടിനുള്ളിൽ എങ്ങനെ ആയാലും പുറത്ത് വേറെ രീതിയിലായിരിക്കും എല്ലാവരും ഒരു പരിധി വരെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാലും വീട്ടിൽ ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരാളും പുറത്തു പോകുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊരു കപട സദാചാരം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെയല്ലാതെ നിങ്ങൾ എന്താണോ അതായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ളൊരു ചങ്കൂറ്റം നിങ്ങൾ കാണിക്കുകയാണ്. ആ ഒരു ഭയം ഒക്കെ മാറി നിങ്ങൾ എന്താണോ, ചില ആളുകൾ പുറത്തെ ആളുകൾ എന്നെ വളരെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ അതായി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുകയാണ്. അത് ഈ ഒരു മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ Queen of Swords ആൻഡ് 7 of Pentacles എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ധൈര്യം പ്രകടിപ്പിക്കുന്ന സമയമാണ്. അതായത് പൊതുവിൽ നിങ്ങളെല്ലാം ഉള്ളിലൊതുക്കി, ഇപ്പോൾ നിങ്ങൾ പൊതുവേ എല്ലാ കാര്യവും ഉള്ളിലൊതുക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു സിറ്റുവേഷൻ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെ സംസാരിച്ചാലും നിങ്ങളൊന്നും പുറത്ത് പറയാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളത് കടിച്ചമർത്തി നിൽക്കുന്നതാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും അല്ലാട്ടോ, നിങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഈ ഒരു മാസം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതിലൊരു തർക്കമില്ല. കാരണം കുറേ നാളായിട്ട് നിങ്ങൾ ക്ഷമിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ടാവാം. എല്ലാവരുടെ അടുത്ത് അങ്ങനെയല്ല, ഒരു പരിധി വരെ ആളുകളുടെ അടുത്ത് നിങ്ങൾ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പൊതുവേ അത്ര ക്ഷമയുള്ള ഒരു സമയം, അതായത് ക്ഷമ എന്നുള്ളതല്ല, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ നിങ്ങൾക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ല. തിരിച്ച് അതിനുള്ള നല്ല ചുട്ട മറുപടി നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി. അതേപോലെ തന്നെ 7 of Pentacles എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മാസം നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് രീതിയിൽ ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ ജോലിയിലും സാമ്പത്തിക കാര്യത്തിലും നിങ്ങൾ വളരെയധികം ഉന്നമനം കാണിക്കുന്ന ഒരു വർഷമാണ്.
പിന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി അഭിമാന മുഹൂർത്തങ്ങൾ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും മക്കളിൽ നിന്ന് നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരവസരം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.